അവരിപ്പോൾ 10 പെറ്റതാണെന്നും ചിലപ്പോൾ 15 പെറ്റതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇവർക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളോട് പറയുന്നുണ്ടാവുക. അപ്പം നമ്മൾ അതൊക്കെ പേടിച്ച് ഇതിരുന്ന് ടെൻഷൻ അടിച്ച് അതിരുന്നിരുന്ന് നമ്മൾ കാര്യമില്ല. നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ എന്താണോ നമ്മളോട് പറയുന്നത് നമ്മൾ അത് മാത്രം നമ്മൾ കേട്ടാൽ മതി. ഇപ്പം ഞങ്ങൾ എല്ലാ മാസം ചെക്കപ്പിന് ഞങ്ങൾ പോകുന്ന സമയത്ത് ഞാൻ ഡോക്ടറോട് ചോദിക്കും, ഡോക്ടർ ഇങ്ങനെ പറയുന്നുണ്ട് ആൾക്കാർ, അല്ലെങ്കിൽ ഇല്ലെങ്കിൽ സി സെക്ഷൻ ആവും അതാവും. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, പിന്നെ ഇനി ഞാൻ പറയുന്ന പോലെ ചെയ്താൽ മതി, മറ്റുള്ളവർ പറയുന്ന ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, ഡോക്ടർ പറയുന്ന മാത്രം ചെയ്താൽ മതി. അങ്ങനെ എന്നോട് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി നിൽക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, നമ്മൾ കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടർ എന്താണോ പറയുന്നത് അതാണ് നമ്മൾ നോക്കേണ്ടത്. കാരണം നമ്മൾ കാണാൻ വരുന്ന ആൾക്കാർ ഇവർക്കുണ്ടായ എക്സ്പീരിയൻസ് ആയിരിക്കും നമ്മളോട് പറയുന്നുണ്ടാവുക. അപ്പം ഞാൻ പ്രഗ്നൻ്റ് ആയ സമയത്ത് എനിക്ക് ബ്ലീഡിങ് ഉണ്ടായതുകൊണ്ട് 5 മാസം ബെഡ് റെസ്റ്റും അവിടെ നിന്ന് അങ്ങോട്ടുള്ള 4 മാസം എനിക്ക് റെസ്റ്റ് ആയിരുന്നു പറഞ്ഞത്. എന്നിട്ട് ഞാൻ റെസ്റ്റ് എടുക്കുന്ന കണ്ടിട്ട് എന്നോട് കുറേ ആൾക്കാർ വന്നിട്ട് പറയും, പിന്നെ മുഴുവൻ ടൈമും ബെഡിൽ തന്നെ അനങ്ങാതെ കിടന്നാൽ ഇത് സി സെക്ഷൻ ആയിരിക്കും, വയർ ഓപ്പറേഷൻ ആയിരിക്കും. ഇതിൻ്റെയൊക്കെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്, പിന്നെ നിനക്ക് വയർ ഓപ്പറേഷൻ ആയിരിക്കും, സി സെക്ഷൻ ആയിരിക്കും.